ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീമൽ ഭാഗവതം കഥകൾ. അതാണ് അമൃത് പൊഴിക്കുന്നതായ ഭവമൊഴിയും തിരുമൊഴിയും എന്നാണ് ഭക്തശിരോമണി വാഴകുന്നം മഹാദേവനോട് പറയണത്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ വാക്കുകൾ, ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപം, അതൊക്കെ എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ തെളിഞ്ഞുകൊണ്ട് കാണാറാവണേ, കേൾക്കാറാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ഗുരുനാഥൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് നമുക്കും ഈ മഹാദേവനോട് അത് തന്നെ പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ടൂലോ, ഭഗവാന്റെ ഉപദേശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പറയേണ്ടതായിട്ടുള്ള കഥാരംഗമാണ് ഇപ്പം പറയണത് എന്ന് മാത്രം. യാദവന്മാരുടെ നാശം, അതാണ് ഇതുവരെ നമ്മൾ കണ്ട മനോഹരമായിട്ടുള്ള ആ ഭാവം. എന്താണ്? ആട്ടുകട്ടിലിമ്മൽ അതിമനോഹരമായിട്ടുള്ള സ്വർണത്തിൻ്റെ ആ തൻ്റെ സ്വന്തം മുറിയിൽ ആ സ്വർണത്തിൻ്റെ ആട്ടുകട്ടിലിമ്മൽ നല്ല ആ സ്വർണ്ണ ചങ്ങല അങ്ങനെ പിടിച്ചും കൊണ്ട് ഭഗവാൻ പതുക്കനെ ഒന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിൽ ഉദ്ധവൻ തൊഴുകയുമായിട്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കണു. അങ്ങനെ ആ ഒരു പാദം അങ്ങനെ തൻ്റെ തൊടയമേലേക്ക് വെച്ചിട്ടുണ്ട്, ഒരു പാദം അങ്ങനെ താഴ്ത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്നു കൊണ്ട് പതുക്കനെ ഒന്നിങ്ങനെ ആടിക്കൊണ്ട് ആണ് ഭഗവാൻ ഉദ്ധവന് വേണ്ടതായിട്ടുള്ള ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് സജ്ജനങ്ങൾ ആ രംഗം ചിത്രീകരിക്കാറുള്ളത്. അങ്ങനെ ഉദ്ധവന് വേണ്ടതായിട്ടുള്ള ഉപദേശമൊക്കെ കൊടുത്ത് ഉദ്ധവനെ ബദരിയിലേക്ക് യാത്രയാക്കി തൻ്റെ ആ മെതിയടികൾ പ്രസാദമായിട്ട് കൊടുത്തു. അപ്പോൾ നമുക്കൊക്കെ സംശയം തോന്നും, എത്രയൊക്കെ ഭഗവാന്റെ മാഹാത്മ്യങ്ങളാണ് ഇതുവരെ ഭാഗവതത്തിൽ നമ്മൾ കേട്ടിരിക്കണത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ഭാഗവതം തുടങ്ങുമ്പം തന്നെ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ടും ഇനിയിപ്പോൾ പറയാൻ പോണത് എന്താ? ഭഗവാന്റെ വംശം നശിച്ചു, ആ ഭഗവാനും സ്വർഗാരോഹണം ചെയ്തു എന്നാ പറയാൻ പോണത്. അപ്പോൾ പിന്നെ എന്താ വ്യത്യാസം? ഇത്രയ്ക്കൊക്കെ മാഹാത്മ്യം പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ തന്നെയാണോ ചിത്രീകരിക്കണത് എന്നുള്ളതൊരു സംശയം വരും. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചിത്രീകരണം എന്ന് ഇവിടെ സജ്ജനങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏകാദശം നമ്മൾ കേട്ടുല്ലോ, മുക്തിസ്വരൂപം ആണ്. എന്തിൽ നിന്നുള്ള മുക്തി? ദുഃഖത്തിൽ നിന്നുള്ള മുക്തി. ആ മുക്തി, ആ മോചനം, അതാണ് മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ മോചനമാണല്ലോ. എന്തിൽ നിന്നുള്ള മോചനം? ദുഃഖത്തിൽ നിന്നുള്ള മോചനം. അതെങ്ങനെയായാലാ കിട്ടുക? അതാണ് ആ ഏകാദശ സ്കന്ധം കൊണ്ട് നാരദൻ്റെ ഉപദേശങ്ങളിൽ ഭഗവാന്റെ ഉപദേശങ്ങളിൽ കൂടിയിട്ടൊക്കെ നമുക്ക് വ്യക്തമാക്കി തരണത്. വളരെ മനോഹരമായിട്ട്, വളരെ ലളിതമായിട്ട് സജ്ജനങ്ങൾ പറയാറുണ്ട്. എന്താ ഭഗവത്ഗീതയും ഏകാദശത്തിലെ ഉദ്ധവനുള്ള ഉപദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസം? ഭഗവത്ഗീത കുറച്ച് കടുകട്ടിയ, പക്ഷേ ഏകാദശാവുമ്പോഴേക്ക് വളരെ ലളിതമായിട്ട്, ലേശൊരു മ്ലാനതയോ ഒരു ദുഃഖമോ ഉദ്ധവൻ്റെ മുഖത്ത് തെളിയുമ്പോഴേക്ക് ഭഗവാൻ അത് താൻ പറഞ്ഞതിനെ വളരെ ലളിതാക്കും. അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല ഉദ്ധവ എന്ന് പറഞ്ഞ് അത് വളരെ ലളിതാക്കി, ഒരു വിഷമവും ഇല്ല എന്നങ്ങോട്ട് തോന്നിക്കും. ഭഗവാൻ പറയണത് തൻ്റെ ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ ഒരു വിഷമവും ഇല്ല എന്നങ്ങോട്ട് തോന്നിക്കും. അപ്പം തന്നെ നമ്മൾ കേട്ടില്ലേ ഭിക്ഷുഗീത. ധനത്തിനോടുള്ള മോഹം ആർക്കാ ഉപദേശിക്കാൻ പറ്റുക? ആർക്കാ ഉപേക്ഷിക്കാൻ പറ്റുക? ആർക്കും സാധിക്കില്ല. പക്ഷേ അതിനുള്ള വഴി ഭഗവാൻ അങ്ങോട്ട് തുറന്നു വെച്ചപ്പോൾ ശരിയാട്ടോ എന്ന് നമുക്കൊക്കെ തോന്നണില്ലേ? അതാണ് ഭഗവാന്റെ ഉപദേശങ്ങളുടെ ഒരു ഗുണം.
അങ്ങനെയുള്ള ഭഗവാന്റെ ആ വംശം നശിച്ചു എന്ന് പറയണത് എന്തിനു വേണ്ടിയിട്ടാ? അതൊരു തത്വം. അതാണ് ലോകത്തിൽ വന്നാൽ ഭഗവാന്റെ തന്നെ പല തരത്തിലുള്ള പ്രകൃതി നിയമങ്ങളുണ്ട്. അതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. മനുഷ്യർക്ക് എന്ന പോലെ ഭഗവാനും ആ നിയമങ്ങളെ സ്വയം സ്വീകരിച്ചു. അത്രയേ ഉള്ളൂ. കുറേ ആയാൽ ആർക്കായാലും പണ്ട് പറയണ കേട്ടിട്ടില്ലേ, എങ്ങനെയാ മരിക്കാണ്ടിരിക്കുക എന്ന് ചോദിച്ചു എന്നാണ് ഒരു കഥ. പറഞ്ഞു മരിക്കാണ്ടിരിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. എന്താ വഴി? മരിക്കാണ്ടിരിക്കണമെങ്കിൽ ജനിക്കാണ്ടിരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെയാണ്, ഭഗവാൻ ജനിച്ചിട്ടില്ല, എന്നാലല്ലേ സ്വർഗാരോഹണത്തിൻ്റെ ആവശ്യമുള്ളൂ. അതെനി പറഞ്ഞു വരും. പക്ഷേ സാധാരണക്കാർക്ക് ജനിച്ചാൽ മരിച്ചേ തീരൂ. ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക എന്നുള്ള 3 തരത്തിലുള്ള ഭാവം ഈ ലോകത്തിൽ വന്നാൽ എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള ഭഗവാന്റെ നിയമം ഭഗവാൻ തന്നെ തെറ്റിച്ചാലോ? അത് പാടില്ലാത്തതല്ലേ. അതാണ് ഭഗവാൻ തന്നെ അതിനൊരു കാരണത്തെ ഉണ്ടാക്കി. സത്യസങ്കല്പ ഈശ്വര എന്നൊക്കെയാണ് പല കാരണങ്ങളും പറയുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ മനസ്സിന് ലേശൊരു വൈരാഗ്യം വരണം. അപ്പോഴേ ഉള്ളൂ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദുഃഖമാണ്. ആദ്യം നമുക്ക് ബോധം വരണം. അപ്പോഴല്ലേ ദുഃഖത്തു നിന്ന് മോചനം വേണ്ടു. എനിക്ക് സുഖമാണെന്ന് തോന്നിയാൽ പിന്നെ ആ സുഖത്തു നിന്ന് ആർക്കെങ്കിലും മോചനം വേണോ? സജ്ജനങ്ങൾ പറയാറുണ്ട്, ഉപ്പിലിട്ടതിൽ പുഴു വരും. ആ പുഴുവിന് ആ ഉപ്പിലിട്ടതിൽ കിടക്കാൻ വല്ല വിഷമമുണ്ടോ? അത് പരമസുഖ. ഇതേമാതിരിയാണ് നമുക്കും. ദുഃഖം അനുഭവിച്ച് എന്നല്ലെങ്കിൽ നാളെ സുഖാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ് നമ്മൾ. സുഖം മണ്ണിനെ നാഗമാക്കാൻ വേധാവു സൃഷ്ടിച്ച വിശിഷ്ട വസ്തു അതെങ്ങെന്നു തിരഞ്ഞു കഷ്ടമായുസ്സു പോക്കുന്നു വൃഥാവിൽ മർത്യൻ എന്നാണ്. അപ്പോൾ സുഖം എന്നുള്ളത് എവിടെയാ? അത് ഭഗവാനെ സേവിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ അടുത്താണ് സുഖസ്വരൂപൻ ഭഗവാനാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. നമ്മളിപ്പോൾ ദുഃഖമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മളെ കാത്തു നിൽക്കുന്നത് ഓരോ തരം ദുഃഖങ്ങളാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ഭഗവാന്റെ വംശം തന്നെ നശിച്ചു, പിന്നെ നമുക്ക് ദുഃഖങ്ങൾ വരണേൽ, ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾ വരണേൽ വല്ല അത്ഭുതമുണ്ടോ? ഒരു കാര്യം. പിന്നെ പല തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഭഗവാൻ തൻ്റെ വംശം നശിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏകാദശ സ്കന്ധം തുടങ്ങുമ്പം തന്നെ അതാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്വാദൈത്യവധം കൃഷ്ണ സരാമോ യദുഭിർവൃത ഭുവോവതാരയൽ ഭാരം ജവിഷ്ഠം ജനയൻ കലിം. എപ്പോഴും നാശത്തിന് മുമ്പിൽ ആരാ ഉണ്ടാവുക? കലിയാണ് ഉണ്ടാവുക. കലി എന്ന് പറഞ്ഞാൽ കലഹം. ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ പാടാറില്ലേ? ഭൂമി തൻ ഭാരം കളവദീനായിട്ടു ഭൂമിയിൽ വന്നു പിറന്ന കൃഷ്ണ ഹരി. ഭൂമിയുടെ ഭാരം തീർക്കാൻ ഭഗവാൻ ഒരു അവതാരമൊന്നും വേണ്ട. പിന്നെന്തിനു വേണ്ട? എന്തിനു വേണ്ടിയിട്ടാ കൃഷ്ണാവതാരം? സജ്ജനങ്ങളെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടാ. സജ്ജനങ്ങളോടുകൂടി ലീലയാടാൻ വേണ്ടിയിട്ടാണ്. അവരെ എത്ര ആനന്ദിപ്പിച്ചാലും ഭഗവാനും മതിയാവില്ല. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണാവതാരം. അപ്പോൾ ആദ്യം വൃന്ദാവനത്തിൽ അവരെ ആനന്ദത്തിൻ്റെ ആ കൊടുമുടിയിൽ എത്തിച്ചു. രാസലീല വരെയുള്ള തൻ്റെ ലീലകളിൽ കൂടിയിട്ട് ഓരോരുത്തരെയും എത്രയാ ഭഗവാൻ ആനന്ദിപ്പിച്ചിരിക്കണത് അല്ലേ? ഓരോ തരത്തിലും അത്ഭുതപ്പെടുത്തിയിരിക്കണത്. ആനന്ദവും അത്ഭുതവും ഈ 2 വികാരമേ ഉള്ളൂ ഗോപസ്ത്രീകൾക്കും ഭഗവാന്റെ അച്ഛനമ്മമാർക്കും ഗോപന്മാർക്കും ഒക്കെ എപ്പോഴും അതെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് മധുരയിൽ ദ്വാരകയിൽ ഒക്കെ വന്നിട്ട് അവരോടുകൂടി ആ യാദവശ്രേഷ്ഠനായിട്ട് വാസുദേവകൃഷ്ണനായിട്ട് ഉള്ള ഭാവം ഭഗവാന്റെ ഭുവോവതാരയൽ ഭാരം ജവിഷ്ഠം ജനയൻ കലിം. ഭാരതയുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചിരിക്കണത്? ഭാരതയുദ്ധം കഴിഞ്ഞപ്പോൾ ഒരുവിധം ഭൂമിയുടെ ഭാരമൊക്കെ തീർന്നു. അതിനു വേണ്ടിയിട്ട് ബലരാമൻ, അതേമാതിരി പ്രദ്യുമ്നൻ, അനിരുദ്ധൻ,
അവരൊക്കെ എത്രയോ ദുഷ്ടന്മാരെ കൊന്നിട്ടുണ്ട് ഭാരതയുദ്ധത്തിന് മുമ്പ് ആയിട്ട്. അവരെ കൊണ്ട് കുറേ ദുഷ്ടന്മാരെ ഇല്ലാതാക്കി. പിന്നെ ഭാരതയുദ്ധം. അപ്പോൾ ആർക്കും മനസ്സിലാവൂല ആരാ ഈ ഇവരെയൊക്കെ ദുഷ്ടന്മാരെ കൊല്ലണത് ആരാന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക, ഒക്കെ ഭഗവാനാണെന്ന് നമ്മൾ പറയാറില്ലല്ലോ. എന്താ കാരണം? അതാണ് ഭഗവാന്റെ അഭിനയം, ആ മനുഷ്യനായിട്ടുള്ള അഭിനയം. അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണാവതാരത്തിന് പുറപ്പെട്ടപ്പോൾ തന്നെ കരുതിയും കൊണ്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഏട്ടനെ ആദ്യം പറഞ്ഞയച്ചു, അത് കഴിഞ്ഞ് ഒപ്പം അനീതിക്കുട്ടിയെ സഹായത്തിന് കൂട്ടി. അത് കഴിഞ്ഞിട്ടോ ദേവന്മാരോട് പറഞ്ഞു, ശരി നിങ്ങളും അവതരിച്ചോളൂ എന്ന്. അപ്പം ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ വേണം, അപ്പോഴേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നുള്ള മനുഷ്യനാട്യം ഭഗവാന്റെ ആദ്യ ഗംഭീരായി എന്ന് കാണിക്കുകയാണ്. ഏകോപിതാ സുബഹു പാണ്ഡുസുതാ. ഇത്ര ഗംഭീരായിട്ടുള്ള ആ ഭാരതയുദ്ധം ഉണ്ടാവാൻ എന്താ കാരണം? പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള ആ സ്വരച്ചേർച്ച ഇല്ലായ, അവർ തമ്മിലുള്ള ആ എന്താ പറയണ്ടേ കലഹം ആണ് അതിന് കാരണമാക്കിയത്. കാട്ടിൽ നിന്ന് കുന്തിദേവി, മാദ്രയന്മാരാണ് 2 പേരെന്നുണ്ടെങ്കിലും കുന്തിദേവിയുടെ 5 മക്കള് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അത്ര ഗംഭീരാണ് കുന്തിദേവിയുടെ പുത്രസ്നേഹം. ആ 5 കുട്ടികളോടും കൂടി ഇവിടെ വന്ന മുതൽ തുടങ്ങിയിരിക്കണു നൂറ്റുവരുടെ ഉപദ്രവം. കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങിയിരിക്കണു. അതങ്ങോട്ട് പരാകാഷ്ഠയിലെത്തി. ദുർദ്യൂതഹേളന കചഗ്രഹണാദിഭിസ്ഥാൻ അല്ലേ. കുറച്ച് വലുതായപ്പോൾ എന്തായി? അപ്പോൾ കുറച്ചും കൂടിയും ബുദ്ധി ഉറച്ചപ്പോൾ അവർക്ക് രാജ്യഭാരം കൊടുക്കില്ല. കാരണസ്ഥാനുണ്ട് ധർമ്മപുത്രരൊക്കെ. രാജാവാവേണ്ടത് ധർമ്മപുത്രരാ, കൊടുക്കില്ല എന്ന് ദുര്യോധനൻ ഉറപ്പിച്ചു. 199 പേരാ സഹായത്തിന് അനിയന്മാരായിട്ട്. പിന്നെ അമ്മാമൻ തുടങ്ങിയിട്ട് വേറെ കുറേ പേരൊക്കെ ഉണ്ടേനും സഹായത്തിന് കൂട്ടു നിൽക്കാൻ അച്ഛൻ. അമ്മയ്ക്കും മോശമൊന്നുമില്ല, പ്രത്യക്ഷമായിട്ട് പറയാറില്ല എന്നേയുള്ളൂ. ധർമാധങ്ങൾ അറിയായിയല്ല, പുത്രവാത്സല്യം. അതെവിടം വരെ എത്തി? ആ കള്ളച്ചൂത് എത്ര ജയിച്ചാലും ശകുനിയാണ് ജയിച്ചത്, ദുര്യോധനാണ് ജയിച്ചത്. ആദ്യം മുതൽ തുടങ്ങിയ അധർമ്മം. ഒരാൾക്ക് വേണ്ടി വേറൊരാൾ കളിക്കുക, ദുര്യോധനു വേണ്ടി കളിക്കണത് ശകുനിയ. നന്നായില്ലേ? അവിടെയും കളവ് ഉപയോഗിച്ച് കള്ളച്ചൂതായി. അത് കഴിഞ്ഞ പാഞ്ചാലിയെ അപമാനിക്കല്. എന്തൊരു കഥയാ! ആ വക രംഗങ്ങളൊക്കെ എത്ര ആലോചിച്ചാലും ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റണതാണോ ആ വക രംഗങ്ങളൊക്കെ? ധർമ്മം എന്ന് പറഞ്ഞിട്ട് ആരാ അത് സഹിക്കുക? തൻ്റെ സ്വന്തം ഭാര്യയെ പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം ചെയ്യണു. അതാണ് പാണ്ഡവന്മാർ എത്ര ധർമ്മിഷ്ഠന്മാരാണ് എന്നുള്ളത്. പ്രസംഗം മാത്രമൊന്നുമല്ല, അവർ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ രൂപം കൊണ്ട് നിൽക്കുകയാണോ എന്ന് തോന്നും പാണ്ഡവന്മാരെ കണ്ടാൽ. 5 മഹാരഥന്മാര് ധർമ്മം എന്നുള്ള ഭഗവാന്റെ രൂപം മുമ്പിൽ കണ്ട് തലയും താത്തി നിന്നു അല്ലേ. എവിടെയാ ധർമ്മം? പാഞ്ചാലി കാണിച്ചു കൊടുത്തു. ഹാ കൃഷ്ണ, തൻ്റെ ഭർത്താക്കന്മാര് ധർമ്മത്തിൻ്റെ മുമ്പിൽ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുടെയും മുമ്പിലല്ല, അത് വേറെയല്ല. ധർമ്മം തലയിൽ കാക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ എന്ന് പറയണ മാതിരിയാണ് പാഞ്ചാലി. ഹാ കൃഷ്ണ, തൻ്റെ ധർമ്മത്തിന് ഒരു രൂപമുണ്ട് എന്നാണ് പാഞ്ചാലി കാണിച്ചു തന്നത്. എന്താ ആ രൂപം? പീലിത്തിരുമുടി ചാർത്തി, ഗോപിക്കുറി തൊട്ട്, നല്ല മഞ്ഞ പട്ടുടുത്ത് വനമാലിയായിട്ട് ഓടി വരും എൻ്റെ ധർമ്മം ഞാൻ വിളിച്ചാല് എന്ന് പാഞ്ചാലി കാണിച്ചു തന്നില്ലേ. അതാണ് പാഞ്ചാലി. ഇതൊക്കെ ഒരു വശം. പക്ഷേ ഇതിലധികം വലിയൊരു ദുഃഖം അനുഭവിക്കാനുണ്ടോ? അതാണ്. അതുകൊണ്ട് എന്തായി? അവർ തമ്മിൽ അധർമ്മം എത്ര കൊടികുത്തി വാണാലും അത് നശിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി. ധർമ്മത്തിന് അല്പം തോൽവിയോ ദുഃഖമോ ഒക്കെ വന്നാലും ധർമ്മിഷ്ഠര് തന്നെ
ധർമ്മിഷ്ഠർ മാത്രമേ ജയിക്കുള്ളൂ എന്ന് ഭഗവാൻ വ്യക്താക്കിയില്ലേ ഭാരതയുദ്ധത്തിൽ കൂടിയിട്ട്. അതാണ് ആ പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് കൃത്വാ നിമിത്തമിതരേതരതസ്സമേതാൻ ഹത്വാ നൃപന്നിരഹരൽ ക്ഷിതിഭാരമീശ. എന്താ ഭഗവാന്റെ ലീലകളുടെ ആ ഗാംഭീര്യം! ഏത് ഭാഗത്ത് കൂടി നോക്കിയാലും മനോഹരാണോ മനോഹരം. അതാണ് ഭട്ടതിരിപ്പാട് അതിന് പലതരം വാക്കുകൾ കൊടുത്തു എന്നേയുള്ളൂ. എത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ. അതാണ് ഏത് വലിയ വെറുതെയാണോ കുന്തിദേവി എനിക്ക് ആപത്ത് തരൂ എന്ന് പ്രാർത്ഥിച്ചിരിക്കണത്? ആപത്തല്ല അവരുടെ മുമ്പിൽ വരണത്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇത്രയും മനോഹാരിത, മധുരമായിട്ടുള്ള ആ രൂപമാണ് പാണ്ഡവന്മാരുടെ മുമ്പിൽ ഓടി വരണത് ആപത്ത് വരുമ്പോൾ. ആപത്തിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ള ആപത്താണെങ്കിൽ ഞങ്ങൾക്ക് ആപത്ത് മതി എന്ന് പറയാറായി. അതാണ് ഭക്തി. എന്താ ഭക്തി? അതാണ് പറഞ്ഞു തരണത് ഭാഗവതം നമുക്ക്. ആ വിശ്വാസം, ആ ഒരുറപ്പ് അതാണ് ഉണ്ടാവേണ്ടത് എന്ന് കാണിക്കണു. എന്തായാലും അങ്ങനെയുള്ള ആ വക കാരണങ്ങൾ വെച്ച് അവർ തമ്മിൽ കലഹം ഉണ്ടാക്കിയിട്ട് ഭാരതയുദ്ധം. ഏട്ടന് ഏത് ഭാഗത്താ ചേരേണ്ട സംശയമായി. ഭഗവാൻ പറഞ്ഞു ഞാൻ പാണ്ഡവന്മാരുടെ ഭാഗത്താണ്. അപ്പം പാണ്ഡവന്മാരുടെ ഭാഗത്ത് ചേരാതെ വയ്യ ബലരാമന്. ശിഷ്യനെ ഉപേക്ഷിക്കാനും പറ്റില്ല. എന്നിട്ടാണല്ലോ തീർത്ഥയാത്രയായിട്ട് പോയത്. ഭഗവാനോ ആ പാർത്ഥസാരഥിയായിട്ട് ആ രംഗത്ത് പ്രവേശം ചെയ്ത കഥ അങ്ങനെയാണല്ലോ. ഹത്വാ നൃപാൻ നിരഹരൽ, ആ ഭാരത യുദ്ധത്തിൽ കൂടി ഭൂമിയുടെ ഭാരം തീർത്തു. ഭൂഭാരരാജ പൃതനായതുഭിർനിരസ്യ ഗുപ്തൈസ്വബാഹുഭിരചിന്തയദ പ്രമേയ മന്യേവനേർന്നനുഗതോപ്യഗതം ഹി ഭാരം യദ്യാദവങ്കുലമഹോ അവിഷഹ്യമാസ്തേ. അതാണ് ഭഗവാൻ. ഭൂമിയുടെ ഭാരതയുദ്ധമൊക്കെ കഴിഞ്ഞു, ദ്വാരകയിൽ വന്നങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുക. അപ്പോൾ ഭഗവാൻ എന്താ ചിന്തിക്കണത്? ഭൂമിയുടെ ഭാരമൊക്കെ തീർന്നു, തൻ്റെ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞു, അവതാര പ്രയോജനമായി എന്നാണോ? അല്ല, പിന്നെയോ യാദവങ്കുലമഹോ അവിഷഹ്യമാസ്തേ എന്നാണ്. യാദവന്മാരെ അങ്ങനെ തഴച്ച് വളർന്നിരിക്കുക. അവരുടെ അടുത്ത് ആർക്കും അവരോട് അടുക്കാൻ പറ്റില്ല. അത്ര എല്ലാം കൊണ്ടും ഭഗവാന്റെ വംശല്ലേ. അപ്പോൾ ഭഗവാൻ വളർത്തുന്നതായിട്ടുള്ള യാദവന്മാർ സൽഗുണങ്ങളെ കൊണ്ട് ഇനിയിപ്പോൾ പറയും, എല്ലാവിധ സൽഗുണങ്ങളും അവർക്ക് ഉണ്ട്. അതേമാതിരിയാണ് ശക്തി. 10,000 ആനയുടെ ശക്തിയാണ് എന്നാണ് പറയണത്. ഓരോരുത്തർക്കേ ആർക്കാ അവരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുക? എന്തിനാ അവരെ ഇല്ലായ്മ ചെയ്യണത് എന്നാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞാൽ അവരഹങ്കരിച്ചാൽ ആരാ അവരെ നേരെയാക്കുക? ആരാ അവരെ ഇല്ലായ്മ ചെയ്യുക? ആർക്കും സാധിക്കില്ല. എന്നുള്ളത് കൊണ്ട് എന്താ വേണ്ടത്? ആലോചിച്ചു ഭഗവാൻ. അപ്പോഴാണ് അതിനൊരു വഴി കണ്ടത്. വേറൊരാൾക്ക് യാദവന്മാരെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല, അവർ തമ്മിൽ തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ. ഇതാണ് ഭഗവാന്റെ സൂത്രം. നൈവാന്യത പരിഭവോസ്യ ഭവേൽ കഥഞ്ചിൽ. അവർക്കൊരു പരിഭവം ഉണ്ടാക്കാൻ ഇന്ന് ലോകത്തിൽ ഒരാൾക്ക് സാധിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. കാരണം മത്സംശ്രയസ്യ. അതാണ് എന്താ അവരോട് ആർക്കും അടുക്കാൻ പറ്റാത്തത്? അവരൊക്കെ ഭഗവാനെ ആശ്രയിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് അവർക്കൊരു ദുഃഖം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് അവർ തമ്മിൽ തല്ലി നശിച്ചോട്ടെ എന്ന് അതിനു വേണ്ടിയിട്ട് ഏവം വ്യവസിതോ രാജൻ സത്യസങ്കൽപ്പ ഈശ്വര. ഭഗവാൻ സത്യസങ്കല്പനാണല്ലോ. ഒന്നങ്ങനെ സങ്കല്പിക്കേ വേണ്ടൂ, അതപ്പോൾ അവിടെ സംഭവിച്ചിരിക്കും. അതാണ്. അപ്പം അതിനുള്ള കാരണം ഉണ്ടായി. ആദ്യം തന്നെ കാരണം എടുത്തു വെച്ചിട്ടുണ്ട്. ഭാരതയുദ്ധം കഴിഞ്ഞപ്പോൾ തന്നെ ഗാന്ധാരിയെ
ഗാന്ധാരിക്കൊരു മോഹം, അല്ല ഇങ്ങനെയുള്ള മോഹം അമ്മമാർക്ക് ഉണ്ടാവുമോന്നും അറിയില്ല. അതുവരെ കണ്ണുമിഴിച്ച് തൻ്റെ പുത്രന്മാരെ ഒന്നും കണ്ടിട്ടില്ല. ആ ഗാന്ധാരിക്ക് അവരൊക്കെ മരിച്ചു കിടക്കുമ്പോഴാണ് ഒന്ന് കാണണമെന്ന് തോന്നിയത്. അങ്ങനെ തോന്നുമോ അറിയില്ല. എന്തായാലും കഥ അങ്ങനെയാണല്ലോ. ഭഗവാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോവാലോ. എന്തിനാ ഭഗവാൻ കൊണ്ടുപോയത്? ശാപം, അല്ലെങ്കിൽ ഗാന്ധാരിയുടെ ശാപം പാണ്ഡവന്മാർക്കാ വരിക. അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ പോരാ, തനിക്ക് അത്യാവശ്യമാണ്, എന്നാ അങ്ങോട്ട് പോന്നോട്ടെ എന്ന് വിചാരിച്ചു ഭഗവാൻ. കൃഷ്ണ, ഇതുപോലെ കൃഷ്ണന്റെ വംശവും തല്ലി നശിക്കും. വളരെ നന്നായി എന്ന് പറയാറായി ഭഗവാന്. പോരാ, അതിന് ശക്തി കൂട്ടാൻ നമ്മളാവുന്ന ഒരു കാരണമാക്കി എടുത്തിട്ടേ ഇല്ല. എന്താ യാദവംശം എങ്ങനെയാ നശിച്ചത്? ബ്രാഹ്മണ ശാപം എന്നല്ലേ പറയാറുള്ളൂ. അപ്പം അതിന് പാകത്തിനാണ് പിന്നെ സത്യസങ്കൽപ്പ ഈശ്വര. അതാണ്, അല്ലാണ്ട് ഗോവിന്ദ ഭുജഗുപ്തായാം ദ്വാരവത്യം ഗുരുദ്വഹ. എന്താ ഭഗവാന്റെ കൈകൾക്കുള്ളിൽ നല്ല സുരക്ഷയാണ് ദ്വാരവതിക്ക്, ദ്വാരകയ്ക്ക്. അവിടേക്ക് ഒരു ശാപം കയറി വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കുറച്ച് മഹർഷിമാർ വന്ന് ശപിച്ചാൽ? ഇല്ല. പിന്നെ എന്താ? സത്യസങ്കൽപ്പ ഈശ്വര. ഭഗവാൻ സങ്കല്പിച്ചു, അപ്പൊ പിന്നെ അത് സത്യമാവാണ്ട് പറ്റില്ല. അതാണ്, ഭഗവാൻ സങ്കല്പിക്കേ വേണ്ടൂ. കാരണമൊക്കെ പിന്നെ എല്ലാവർക്കും ഒരു നിമിത്തം, അതൊക്കെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കണതാണ്. ഉലകു സൃഷ്ടിച്ചും ഭരിച്ചും സംഹരിച്ചിളകുന്ന ചില്ലിയുകള ഭംഗിയും നല്ല എഴുത്തച്ഛൻ പറഞ്ഞിരിക്കണത്. ആ പുരികക്കൊടി ഒന്നങ്ങനെ ചലിച്ചോ എന്നൊരു സംശയം ഉണ്ടായാൽ മതി. സത്യസങ്കൽപ്പ ഈശ്വര. ഭഗവാൻ സങ്കല്പിച്ചത് നടക്കുകയും. രാമായണത്തിൽ പറയണില്ലേ, സമുദ്രത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ തൻ്റെ സീത ഈ സമുദ്രത്തിൻ്റെ അപ്പുറത്ത് ലങ്കയിലാണോ എന്ന് വിചാരിച്ചിട്ട് ആ ലങ്കയിലേക്ക് ഒന്നങ്ങനെ നോക്കിയപ്പോൾ ആ പുരികക്കൊടി ലേശൊന്ന് വളഞ്ഞു എന്നാണ്. അപ്പോഴേക്ക് സേതുബന്ധനം കഴിഞ്ഞു എന്നാണ് ശ്രീ ശുഖബ്രഹ്മർഷി വർണ്ണിച്ചിരിക്കണത്. ഇത്ര എളുപ്പത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കണത്. അങ്ങനെ ആവുമ്പോൾ പിന്നെ യാദവവംശം നശിക്കാൻ എന്താ വല്ല വിഷമമുണ്ടോ? ശാപവ്യാജേന, അതൊക്കെ ഒരു സൂത്രം. എന്തൊക്കെ സൂത്രം അങ്ങനെ ഭഗവാന്റെ കയ്യിൽ. കുട്ടിക്കാലം മുതലേ യശോദമ്മയുടെ അടുത്ത് എന്തൊക്കെ സൂത്ര കാണിച്ചിരിക്കണത്. ഇത് അങ്ങറ്റോളം ഭാഗവതത്തിൽ കാണാം. ഭഗവാന്റെ കഥയിൽ സുമൂർത്യ ലോകലാവണ്യ നിർമുക്ത്യ ലോചനം നൃണാം ഗീർഭിസ്താ സ്മരതാം ചിത്തം പദൈസ്ഥാനീക്ഷതം ക്രിയാഹ. അതാണ്, എന്താ ഭഗവാൻ തൻ്റെ വംശം നശിപ്പിച്ച് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഭഗവാന്റെ ആ രൂപത്തിൻ്റെ ഒരു സൗന്ദര്യം അല്ലേ? ലോകലാവണ്യ നിർമുക്ത, ഇതുമാതിരി ഒരു സൗന്ദര്യം ലോകത്തിലെ എല്ലാ വസ്തുക്കളും എത്ര സൗന്ദര്യ. പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. പ്രകൃതിക്ക് നോക്കിയാൽ ഒരു വണ്ടിയിലോ ബസ്സിലോ പോവുകയാണ്, പുറത്തൊക്കെ അങ്ങനെ നോക്കിയിരുന്ന സമയം പോണത് അറിയാറുണ്ടോ? എവിടുന്ന് കിട്ടി ഈ സൗന്ദര്യം പ്രകൃതിക്ക്? ഒരു ലേശം തീർത്ഥവും പ്രസാദവും ഒക്കെ അമ്പലത്തിൽ വന്നാൽ കൊടുക്കണ മാതിരി ഭഗവാൻ പ്രകൃതിക്ക് കുറേശ്ശെ ആ സൗന്ദര്യം കൊടുത്തതാ. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ സൗന്ദര്യം എന്താ? ഇതേമാതിരിയാണ്. എല്ലാതെ ഭഗവാന്റെ ആ രൂപത്തിൻ്റെ സൗന്ദര്യം, ആ കണ്ണിൻ്റെ സൗന്ദര്യം ആർക്കും അതെ. അതുകൊണ്ടാണ് ഭഗവാനെ വിചാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും ആ വാക്കുകളോ ആ മനസ്സോ ഒന്നും അവിടുന്ന് ഇങ്ങോട്ട് പോരാറില്ല. അത് അവിടെ തന്നെ നിൽക്കും. തന്നെയാണ് ഭഗവാൻ കണ്ടതും. തൻ്റെ സൗന്ദര്യം, തൻ്റെ ലീലകളുടെ മാധുര്യം. അതാണ് ആച്ഛിദ്യ കീർത്തിം സുശ്ലോകം മിതത്യഹ്യഞ്ജസാനുകൗ. സ്വതേ പറയാറുണ്ട്, അതുവരെ ആ ഗംഗാദേവിക്കായിരുന്നു ഏറ്റവും സൽകീർത്തി, യശസ്. ഗംഗയിലൊന്ന് മുങ്ങിയാൽ മതി, എല്ലാ പാപവും തീരും. എല്ലാവർക്കും അറിയാതെ. പക്ഷേ ഗംഗയിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണം? എല്ലാവർക്കും ഇപ്പം അത് സാധിക്കുമോ? അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? കൃഷ്ണാവതാരം കഴിഞ്ഞ് ഭഗവാന്റെ ആ യശസ്സാകുന്ന ആ ഗംഗ ലോകത്തിൽ മുഴുവൻ അങ്ങനെ പരക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഭഗവാന്റെ ആ ഗംഗയ്ക്കുള്ള ആ യശസ് ഇല്ലാതായി എന്ന് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അപ്പം എന്താ? ഭഗവാന്റെ യശസ് ഇങ്ങോട്ട് വരിക. ഗംഗയുടെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകണം.
ഇതാണ് വ്യത്യാസം. ഏതായാലും അതുകൊണ്ട് ഭഗവാന് സമാധാനമായി. ഇനിയിപ്പോൾ താൻ തൻ്റെ ആൾക്കാരോട് കൂടിയിട്ട് അന്തർധാനം ചെയ്താലും ലോകത്തിലുള്ളവർക്ക് ഇനി സുഖം വേണം എന്നുള്ളവർക്ക് വേണ്ടതായിട്ടുള്ള വഴി ഞാൻ തുറന്നു വെച്ച് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ തൻ്റെ ലോകത്തിലേക്ക്, എല്ലാം ഭഗവാന്റെ ലോകം തന്നെയാണ്, പക്ഷേ അതുവരെ തൻ്റെ അതിമനോഹരമായിട്ടുള്ള രൂപം എല്ലാവർക്കും കുറേ കാലം കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അത് പ്രത്യക്ഷമാക്കി നിർത്തി. ഇനി മതി എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ അന്തർധാനം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെയും പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചത്, ബ്രഹ്മണ്യാനാമ്പദാന്യാനം, ഇതിനൊക്കെ വളരെ വളരെ അർത്ഥവ്യാപ്തിയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? എന്തൊക്കെ പറഞ്ഞാലും സൽഗുണ സമ്പന്നരാണ് യാദവന്മാരെന്ന് പറഞ്ഞില്ലേ? മഹർഷിമാരെ അങ്ങോട്ട് അപമാനിക്കാൻ തോന്നി. അവരൊക്കെ എത്ര ബ്രാഹ്മണ ഭക്തന്മാരാ, അങ്ങനെയുള്ള നല്ല അറിവുള്ളവര്, അങ്ങനെ എല്ലാ ഗുണങ്ങളും തികഞ്ഞതായിട്ടുള്ള അവർക്ക് എന്താ അതിനുള്ളൊരു നിമിത്തം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോഴാണ് അതിനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞത്. ബിഭ്രദ്വപുസ്സകല സുന്ദര സന്നിവേശം കർമാചരൻ ഭുവി സുമംഗളമാപ്തകാമ ആസ്ഥായ ധാമരമമാണ ഉദാര കീർത്തി സംഹർത്തുമൈച്ഛത കുലം സ്ഥിതകൃത്യശേഷ. സകല സുന്ദര സന്നിവേശം, എല്ലാ സൗന്ദര്യത്തിനും ഇരിപ്പിടമായിട്ടുള്ള ആ ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം, ഭഗവാന്റെ അതിമനോഹരായിട്ടുള്ള ലീലകള്, അതൊക്കെ ലോകത്തിന് ഇനി രക്ഷിച്ചോളും എന്നുള്ള സമാധാനത്തിൽ ഇനി തനിക്ക് പോവാം എന്നുള്ള ഭഗവാന്റെ സങ്കല്പത്തിനനുസരിച്ചാണ് ഭഗവാൻ അതിനുള്ള നിമിത്തം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. എല്ലാവിധ സമാധാനങ്ങളും യാദവന്മാർക്കുണ്ട്. പക്ഷേ ശാപം വന്നതോടു കൂടിയിട്ട് അതൊക്കെ ഇല്ലാണ്ടായി. എങ്ങനെയാണത്? ഒരു ദിവസം മഹർഷിമാർ പലപ്പോഴും ഭഗവാനെ കാണാൻ വരണതാണ്. ഒരിക്കൽ വന്നാൽ അവരെ കൊണ്ട് ലോകത്തിന് വേണ്ട സമാധാനത്തിനും പുണ്യത്തിനും വേണ്ടതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിക്കണു ഭഗവാൻ. അതാണ് ഒരു ഗൃഹസ്ഥാശ്രമി എങ്ങനെ വേണം എന്നുള്ള ആ ധർമ്മമൊക്കെ ഭഗവാൻ അനുഷ്ഠിച്ച് കാണിക്കുകയാണ്. മഹാത്മാക്കൾ വന്നാൽ അവരെ വേണ്ട പോലെ ആദരിക്കുക, അവരെ കൊണ്ട് നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുക. അങ്ങനെ വേണം. കാരണം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ പറയുക. അങ്ങനെയുള്ള അവർക്ക് പിണ്ടാരകം എന്നുള്ള തീർത്ഥസ്നാനത്തിന് പോകണം എന്ന് വന്നപ്പോൾ തൻ്റെ കുട്ടികളെ ഒപ്പം പറഞ്ഞയച്ചു. അതാണ് അവിടെ വെച്ചിട്ടാണ് അവർക്ക് ഒരു തമാശ. അത്രയ്ക്ക് ചെറിയ കുട്ടികളാണോ ഭഗവാൻ? അതാണ് ഭഗവാന്റെ സത്യസങ്കല്പ ഈശ്വര എന്ന് പറഞ്ഞാൽ. അതിനനുസരിച്ചൊക്കെ അവർക്ക് തോന്നി എന്നേ പറയാൻ പറ്റുള്ളൂ. സാമ്പനെ സ്ത്രീ വേഷം കെട്ടിച്ചു, മഹർഷിമാരോട് ചെന്ന് ചോദിച്ചു. അതുകൊണ്ട് എന്താ ചോദിച്ചത്? കിംസ്വിൽ സഞ്ജനയിഷ്യതി എന്നാണ് ചോദിച്ചത്. എന്താ ഉണ്ടാവുക ഈ സ്ത്രീ പ്രസവിച്ചാൽ എന്ന് ചോദിച്ചു. അല്ല, ഈ ആൺകുട്ടി ഉണ്ടാവണം എന്നാ മോഹം, അല്ലെങ്കിൽ പെൺകുട്ടി ഉണ്ടാവണം എന്നാ മോഹം, എന്താണാവോ? ഒന്ന് മുൻകൂട്ടി പറഞ്ഞാൽ തരക്കിടില്ല. ഡോക്ടർമാരോടൊക്കെ ചോദിക്കണ മാതിരി മഹർഷിമാരോട് ചോദിച്ചത് എന്താ? കിംസ്വിൽ സഞ്ജനയിഷ്യതി എന്ന് ചോദിച്ചു. അതാണ് അപകടം. വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പം ആ കുരുത്തക്കെട് നാവുമ്മൽ വരും. എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഇരുമ്പൊലക്ക എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ചോദിച്ചാൽ അതേ ടോണിൽ അങ്ങോട്ട് മറുപടി പറഞ്ഞു. അപ്പോൾ ഒക്കെ ഒരു തമാശയൊക്കെ തോന്നി എന്നുണ്ടെങ്കിലും ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് മഹർഷിമാരവിടെ അന്തർധാനവും ചെയ്തു. യാദവന്മാർക്ക് വലിയ പരിഭ്രമവും തോന്നിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സാമ്പൻ പറഞ്ഞു, ഇതങ്ങനെ ചിരിക്കേണ്ട സംഗതിയല്ല എന്ന് പറഞ്ഞു. എന്താ അത്? എന്തൊക്കെയോ ഒരു വിഷമം. വയറ് കെട്ടിവെച്ചതൊക്കെ അഴിച്ചപ്പോഴേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണു ഒരു ഇരുമ്പലൊക്കെ കുട്ടി. ഉണ്ടായപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിലും മനുഷ്യന്മാരെ മാതിരിയല്ല, വളർച്ച വളരെ വേഗം കഴിഞ്ഞു, ഭയങ്കര വലിപ്പം. എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പറയണതായിട്ടുള്ള യാദവന്മാർ പറഞ്ഞില്ല. എന്നിട്ടോ ഉഗ്രസേനോട് ചെന്ന് പറഞ്ഞു. ഉഗ്രസേനൻ പറഞ്ഞു, അതൊന്നും സാരില്ല, പേടിക്കാനൊന്നുമില്ല. ഇരുമ്പലക്കല്ലേ രാവി പൊടിച്ച് സമുദ്രത്തിൽ അങ്ങോട്ട് കലക്കുക. ഇരുമ്പലക്ക ഉണ്ടായാലല്ലേ നശിക്കുള്ളൂ, നാശം വരുള്ളൂ. ആ ഇരുമ്പലക്ക ഇല്ലാണ്ടായാലോ? ഇരുമ്പൊലക്ക ഉണ്ടാവും,
അതുകൊണ്ട് നിങ്ങളുടെ വംശം നശിക്കും എന്നാണ് ശാപം. അതുണ്ടെങ്കിലല്ലേ നശിക്കുള്ളൂ, അതില്ലാണ്ടായാലോ? ഇതാണ് സജ്ജനങ്ങളുടെ വാക്കും നമ്മളുടെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുകയാണ്. ഭഗവാന്റെ സങ്കല്പം, അതിൻ്റെ ഒരു ശക്തി ഉണ്ടല്ലോ, അത് പറയാൻ പറ്റണതല്ല. ഇരുമ്പൊലക്ക രാവി പൊടിച്ച് വെള്ളത്തിൽ കലക്കിയാൽ അത് മുളയ്ക്കും എന്ന് വിചാരിക്കാൻ പറ്റുമോ? അത് മുളച്ചു. അതാണ് ഏരകപ്പുല്ല് സമുദ്രത്തിൻ്റെ വക്കത്ത്. പിന്നെ ഒരു കഷ്ണം ബാക്കിയായി, രാവാൻ പറ്റാത്ത ഒരു ചെറിയ കഷ്ണമായപ്പോൾ ഇതിപ്പോൾ സാരില്ല വിചാരിച്ച് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അതൊരു മത്സ്യം വിഴുങ്ങി അതിനൊരു മുക്കുവം പിടിച്ചു. മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കിട്ടിയാൽ എന്താ ചെയ്യുക? കാട്ടിലേക്ക് വലിച്ചെറിയുക. അത് ഒരു മുക്കുവൻ അല്ലെങ്കിൽ ഒരു വേടൻ താൻ കിട്ടിയപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. എന്താ അത്? അമ്പിൻ്റെ തലപ്പത്ത് പിടിപ്പിച്ചാൽ നല്ല മൂർച്ചയാണ്, നല്ല ഇരുമ്പാ. അയാൾക്ക് വളരെ സന്തോഷമായി. സത്യസങ്കല്പ ഈശ്വര, ശരി, തനിക്കുള്ളതും കൂടി ആയി എന്ന് ഭഗവാൻ ഉറപ്പിച്ചു. തനിക്ക് ആ സ്വധാമഗമനത്തിനുള്ള വഴിയും കൂടിയായി എല്ലാവരുടെ നോട്ടത്തിലും എന്നാണ് ഭഗവാൻ ഉറപ്പിച്ചത്. അവിടം വരെ എത്തി കാര്യങ്ങൾ. അപ്പം എന്തായി? ഭഗവാൻ ഇതൊക്കെ ആയിട്ടും ഭഗവാൻ പറഞ്ഞില്ല, ഭഗവാനോട് പറഞ്ഞില്ല യാദവന്മാര്. അതല്ലേ അവർക്ക് എത്ര ഉദാഹരണങ്ങൾ ഉള്ളതാ. എല്ലാവരും ഭഗവാനെ വന്ന് ആശ്രയിക്കണു അല്ലേ? എല്ലാറ്റിനും പോംവഴി കാണുന്നത് ഭഗവാനാണ്. എന്തേ പറയാണ്ടിരുന്നത്? അവർ വന്ന് ആശ്രയിച്ചാൽ അവർക്കും അവരെ രക്ഷിക്കേണ്ടി വരും. ശരി, അതുകൊണ്ട് അവർക്ക് ആ ബുദ്ധി ഉണ്ടാക്കിയില്ല. തതോ മഹാഭാഗവത ഉദ്ധവേ നിർഗതേവനം. ഈ സമയത്താണല്ലോ ഉദ്ധവൻ വന്ന. അതാണ് ഇത് കണ്ടിട്ടുള്ള ദുഃഖം ഉദ്ധവന്. ഉദ്ധവൻ വന്ന് ആശ്രയിച്ചു. മറ്റവർക്ക് ദുഃഖം ഉണ്ടെങ്കിലും ഭഗവാനെ ആശ്രയിക്കാൻ തോന്നിയില്ല. ഇതാണ് വ്യത്യാസം. ഭഗവാന്റെ സങ്കല്പം ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാൻ തോന്നുള്ളൂ. ആർക്കായാലും ഭഗവാനെ ആശ്രയിച്ചാലോ രക്ഷണ്ട്, ഉറപ്പ്. ഭാഗവതം കാണിക്കണു. പിന്നെ എന്തൊക്കെയാ ദ്വാരകയിലുണ്ടായിരിക്കണത്? മഹാരാജാവ് ചോദിക്കണു. അപ്പോൾ പക്ഷേ ഭഗവാൻ അതൊന്നും നടിച്ചില്ല. ഉദ്ധവനെ ബദരിയിലേക്ക് യാത്രയാക്കിയിട്ട് നേരെ സഭയിലേക്കാ ചെന്നത് അന്ന്. എന്നിട്ടോ പ്രേയസീം സർവനേത്രാണാം, എല്ലാവർക്കും അത്യാനന്ദത്തെ കൊടുക്കുന്നതായിട്ടുള്ള ആ രൂപം ഭഗവാൻ എല്ലാവരോടുമായിട്ട്. അതാണ് മഹാരാജാവിന് പ്രത്യാക്രഷ്ടും നയനമബലാത്തം കേട്ടോ. ആലോചിച്ചാൽ മനസ്സിന് ഒരു ഇരിക്കപ്പുറതിയില്ല. എന്തൊരു സൗന്ദര്യ! ഭഗവാനെ ഒരിക്കൽ കണ്ടവർക്ക് ആ കണ്ണിങ്ങോട്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാണ്. എത്ര ലഗ്നം നശേകു, അവിടെ അങ്ങോട്ട് ലയിക്കുകയാണ് കണ്ണ്. കർണാവിഷ്ടം ന സരതി തതോ യൽ സദാമാത്മലഗ്നം. ഭഗവാന്റെ കഥകള് അതാണ് സഗ്രിൽ എന്നാണ് ഭാഗവത്തിൽ എവിടെയും വാക്ക് പറയുക. ഒരിക്കൽ കേട്ടാൽ മതി, നേരാവണ്ണം കേൾക്കണവർക്ക്. അതങ്ങനെ വളർന്നു പോവും. ഓരോ കഥ പറയാൻ തുടങ്ങിയ നേരം ഓടിപ്പോവും. ഗുരുവായൂരുണ്ടായ കഥയാണ്. വാഴോന്നിൻ്റെ വായന നടക്കണ കാലത്ത് പിന്നെ ഭാഗവതം പറയുകയാണ് അദ്ദേഹം കൂത്തമ്പലത്തിൽ ഇരുന്നിട്ട്. അപ്പോൾ ഭാഗവതം ഒട്ടും കേൾക്കാത്തതായിട്ടുള്ള ഒരു നമ്പൂതിരി അവിടെ തൊഴാൻ വന്നതാ. അന്ന് പുറത്തുനിന്ന് രസമായിട്ടാണല്ലോ പറയണത്, എന്താ നോക്കട്ടെ വിചാരിച്ച് കൂത്തമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പിങ്കളയുടെ വേശ്യാസ്ത്രീ ഉപദേശത്തിലെ ഏകാദശത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്ന ഒരു ഭാഗമാണല്ലോ. പിങ്കളെ വർണ്ണിക്കുകയാണ് വാഴോന്ന് സൽഗുരു. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ എന്താ അത്? അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് കയറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂത്തമ്പലത്തിലേക്ക് ഇറങ്ങി അവിടെ ഇരുന്ന് ആ വായന മുഴുവൻ അങ്ങനെ കേട്ടു. ഇരുന്നതേ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആലോചിച്ചു എന്നാണ്, ഭാഗവതത്തിൽ ഇങ്ങനെയൊരു വേശ്യാസ്ത്രീയെ വർണ്ണിക്കുക, എന്താ അതിന് കാരണം? ആരായി ഈ വേശ്യാസ്ത്രീ? അദ്ദേഹം ചിന്തിച്ചു. എന്നാ ഒന്ന് വായിക്കണം എന്ന് വിചാരിച്ചു. അദ്ദേഹം ഇല്ലത്ത് പോയിരുന്ന് ആ അധ്യായം മുഴുവൻ അങ്ങനെ വായിച്ചു എന്നാണ്. ആ ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഏകാദശം മുഴുവനൊന്ന് വായിക്കണം എന്ന് തോന്നി.
ഏകാദശം മുഴുവൻ ഒരാവർത്തി വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഭാഗവതം മുഴുവനൊന്ന് വായിക്കണം എന്ന് തോന്നി. ഭാഗവതം മുഴുവൻ അങ്ങോട്ട് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതെല്ലാവരും വായിക്കണം ഈ ഭാഗവതം തോന്നി. എന്നിട്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് മലയാളത്തിൽ ചെങ്ങല്ലൂർ പരമേശ്വരൻ നമ്പൂതിരി എന്ന് പറയും. അദ്ദേഹമാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഭാഗവതം അച്ചടിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് സഗ്രിൽ എന്ന് പറയുന്നത്. ഭഗവാന്റെ കഥയാവണേ ഉള്ളൂ. അതാണ് ആ വേശ്യാസ്ത്രീയുടെ പിങ്കളയുടെ കഥയിൽ കൂടിയിട്ട് ഭഗവാന്റെ മാഹാത്മ്യം കേട്ടതോട് കൂടിയിട്ട് അത് മതിയായില്ല. എത്രത്തോളം ആവേശം വന്നു. അതാണ് അങ്ങനെയുള്ള കർണാവിഷ്ടം സരതിസ്യതോ തതോയൽ സദാമാത്മലഗ്നം. അതങ്ങനെ മനസ്സിലേക്ക് ഇറങ്ങി 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 അതിൻ്റെ ആ മാധുര്യം ഇറങ്ങി ഇറങ്ങി പോവും. ശ്രീർവാചം ജനയതിരതിം കിന്നുമാനം കവീനാം. ഭഗവാന്റെ കഥകൾ പാടുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാൻ കൊടുക്കണു. പോരാ, അങ്ങനെയുള്ള കവികൾ, ഭഗവാന്റെ കഥകൾ പാടുന്നതായിട്ടുള്ള കവികൾ, ആ കവികൾക്ക് എന്ത് തോന്നുന്നു, ഇനി വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എത്ര മഹാത്മാക്കളുടെ കഥ ഉദാഹരണമുണ്ട്. അങ്ങനെ ഭഗവാനെ പറ്റിയിട്ടേ പാടുള്ളൂ, അതേ ഇനി എനിക്ക് പാടണ്ടു എന്ന് തോന്നി. അത് മാത്രം ഭഗവാനെ പറ്റി അല്ലേ തേടി തേടി നടന്നു കാലടി കഴയ്ക്കട്ടെ ഭവൽ കീർത്തനം പാടി പാടി വരണ്ടുണങ്ങുകിലുണങ്ങിയിടട്ട ജിഹ്വാഞ്ചലം കൂടെ കൂടെ നടത്തുമർച്ചന തളർത്തിയിടട്ട കൈ രണ്ടും ഈ കൂടാത്മാവു വെടിഞ്ഞിടും വരഹരെ നിന്നെ സ്തുതിച്ചാവു ഞാൻ എന്നുള്ളൊരു നിലയിലെത്തണു ഭക്തന്മാര്. അങ്ങനെയുള്ള ഭഗവാന്റെ സ്വധാമഗമനം ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവ്. എന്താ ഭഗവാൻ പറഞ്ഞത്? സഭയിൽ ചെന്നിട്ട് നിങ്ങൾ കാണില്ലേ അതിയായിട്ടുള്ള ദുർനിമിത്തങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കണു. ധർമ്മരാജാവിൻ്റെ യമൻ്റെ ആഗമനം പോലെയാ, വിളിച്ചറിയിക്കണ പോലെയാണ് ഓരോ തരം ദുശകുനങ്ങൾ കാണുന്നത്. അറിയാലോ ബ്രാഹ്മണ ശാപം ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളാരും ഇനി ഇവിടെ ഇരിക്കാൻ പാടില്ല. മുഹൂർത്തമഭിനസ്ഥേയം, ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കാണ്ട് നിങ്ങൾ വേഗം യാത്രയാവണം. സ്ത്രീകളും കുട്ടികളൊക്കെ ശംഖോദ്ധാരത്തിലേക്ക് പോയാൽ മതി. നമ്മളൊക്കെ പ്രഭാസത്തിലേക്ക് പോവുക. അവിടെ പെടിഞ്ഞാട്ട് ഒഴുകണു സരസ്വതി ദേവി. അവിടെ ചെന്ന് വേണ്ട പോലെ സ്നാനം ചെയ്യാം, ഉപവാസം അനുഷ്ഠിക്കുക. അവിടുത്തെ ക്ഷേത്രത്തിൽ അഭിഷേകം, അർച്ചന, അതേമാതിരി അലങ്കാരം, നിവേദ്യം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യാം. പോരാ, ബ്രാഹ്മണാംസ്തു മഹാഭാഗാൻ, ബ്രാഹ്മണരുടെ ശാപാണ് നമ്മളെ ഇന്ന് ദുഃഖിപ്പിക്കുന്നത്. അപ്പം എന്ത് വേണം? അവരെ സൽക്കരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് അവർക്ക് ധാരാളം ദാനാദികൾ ചെയ്യുക. അതൊക്കെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ വേണ്ട പോലെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചപ്പോഴോ അവര് എല്ലാം അതുപോലെ ചെയ്തു എന്നാണ്. എത്രത്തോളം ചക്രു പരമയാ ഭക്തിയാ എന്നാണ്. സർവശ്രേയോപബൃംഹിതം. എന്താണോ ഭഗവാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അത് മുഴുവൻ തന്നെ അവര് പ്രഭാസത്തിലേക്ക് പോയിട്ട് അവരതൊക്കെ ചെയ്തു എന്നാണ്. ഗോഭൂഹിരണ്യവാസോഭി ഗജാശ്വരഥ വേശ്മഭി എന്നാണ്. പശുക്കള്, ഭൂമി, സ്വർണം, വസ്ത്രം, അതേമാതിരി ആന, കുതിര, തേര്, അങ്ങനെ വെക്കേണ്ട വീടുകള്, അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? സുഖമായിട്ടിരിക്കാൻ. അതിനു വേണ്ട എല്ലാം അവര് ധാരാളം ദാനം ചെയ്തു എന്നാണ്. അത് കഴിഞ്ഞപ്പോഴോ അവിടെയാണ് പഴച്ചത്. തതസ്തസ്മിൻ മഹാപാനം പപുർമൈരേകം മധു. അവർക്ക് മദ്യപാനം ചെയ്യണം എന്ന് തോന്നിയെന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മദ്യപാനം ചെയ്യണം എന്ന് തോന്നണമെങ്കിൽ മുമ്പേ തുടങ്ങിയിട്ടുണ്ടെന്ന് തീർച്ചയല്ലേ? അല്ലെങ്കിൽ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും മദ്യപാനം ചെയ്യണമെന്ന് തോന്നാൻ എന്താ കാരണം? തന്നെയാണ് ഭഗവാൻ വിചാരിച്ചത്. ഇവരെവിടെ ഇനി ഇവിടെ നിർത്തിപ്പോയാൽ ശരിയാവില്ല. കാരണം പരമശക്തന്മാര് സാധാരണ പോലെയല്ല യാദവന്മാരെന്ന് പറഞ്ഞുല്ലോ. അവര് ദുഷിച്ചാൽ ലോകത്തിലധികം ദുരിത അല്ലേ? ശക്തന്മാർ ഉപദ്രവിക്കാൻ തുടങ്ങിയ ഉപദ്രവത്തിന് ശക്തി കൂടും. അപ്പം അതുകൊണ്ടാണ് ഒരു കാര്യം, മഹാപാനാഭിമത്താനാം
പിന്നെ പറയണ്ട, അതങ്ങോട്ട് കഴിച്ചപ്പോൾ പിന്നെ അതിലേക്ക് ലേശം കൂടി മധുരവും ചേർന്നു. ഏത് മധുരം? കൃഷ്ണമായ വിമൂഢാനാം, ഭഗവാന്റെ സങ്കല്പം. സ്വതേ തന്നെ മദ്യപാനം ചെയ്താൽ തമ്മിത്തല്ലാണ് അടുത്ത് നമ്മൾ ഇന്നും പേപ്പറിൽ വായിക്കണതാ അല്ലേ? പക്ഷെ അതിനൊരു പരിധിയുണ്ട്. കൃഷ്ണമായ വിമൂഢാനാം, ഭഗവാന്റെ സങ്കല്പത്തിന് പരിധിയില്ല. അതെന്താണോ ഭഗവാന്റെ സങ്കല്പം തന്നെയാ പരിധി. അതുകൊണ്ട് അവരങ്ങോട്ട് തുടങ്ങി യുദ്ധം. ചതുരംഗ സൈന്യത്തോട് കൂടിയിട്ടാണ് അവർ പോയിരിക്കണത്. അതൊക്കെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവരന്യോന്യം കാട്ടിലൊക്കെ വലിയ വലിയ കൊമ്പന്മാരങ്ങനെ ഇടിക്കണു, കൊമ്പുകളെ കൊണ്ട് യുദ്ധം ചെയ്യണില്ലേ അതുപോലെ. അങ്ങനെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോഴോ ആരൊക്കെ തമ്മിലാ ചോദ്യമില്ല. അവിടെ അച്ഛനാണോ മകനാണോ ഏട്ടനാണോ അനിയനാണോ എന്നൊന്നും ചോദ്യമില്ല. പ്രദ്യുമ്ന സാംബൂയുധിരൂഢ മത്സരാവക്രൂര ഭോജാവനിരുദ്ധ സാത്യകി. അച്ഛൻ, മകൻ, ഏട്ടൻ, അനിയൻ, അമ്മാമൻ, മരുമകൻ, അങ്ങനെ വെക്കണ്ട, എല്ലാവരും തമ്മിൽ എത്ര മഹാഗംഭീരന്മാരുടെ പേരാ പറയണത്. അന്യോന്യമാസാധ്യം അദാന്ധകാരിത എന്ന് പ്രത്യേകം പറഞ്ഞു. എല്ലാവർക്കും ഒന്നേ ഉള്ളൂ, അയ്യോ ഇതെൻ്റെ ഏട്ടനല്ലേ ഇതെൻ്റെ അമ്മാമനല്ലേ എന്ന് തോന്നണേന് പകരം മദാന്ധകാരിത എന്നാണ്. ഞാൻ അവൻ്റെ അമ്മാമനല്ലേ, അവൻ എന്നോട് യുദ്ധത്തിന് വരിക, എന്നാ ഇവനെ ശരിയാക്കിയിട്ട് ബാക്കി കാര്യം എന്നാണ് തോന്നണത് എന്നുണ്ടെങ്കിലോ സ്നേഹം എന്നുള്ളത് അങ്ങോട്ട് തീരെ ഇല്ലാണ്ടേ. ഇപ്പം തീരുമാനമായില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് സ്നേഹം ഭഗവാൻ തന്നിരിക്കണതെന്ന്? ഇത് തന്നെയാണ് ഉദ്ധവൻ അവസാനം പറയണത് ഗുരുവായൂരപ്പനോട്, ഭഗവാനോട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാക്കൾ നമസ്കരിച്ചിട്ട്, മുമ്പ് എനിക്ക് എല്ലാവരോടും സ്നേഹം തോന്നണു, ഇവരൊക്കെ നശിക്കാൻ പോവുകയാണ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നണു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ പാദത്തിൽ നമസ്കരിച്ചിരിക്കുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി എന്തിനാ അവിടുന്ന് സ്നേഹം തന്നിരിക്കണത് എന്ന് മനസ്സിലായി. അത് നാശത്തിനുള്ളതല്ല, അഭിഷാങ്ങത്തെയും വാക്കത്തെയും ഒക്കെ എടുക്കണ പോലെ സ്നേഹം നശിക്കാനുള്ളതല്ല, എന്നത് ആനന്ദത്തിനുള്ളതാണ് സ്നേഹം എന്ന് എനിക്കിപ്പം മനസ്സിലായി. ആ സ്നേഹം ഇപ്പം ഇതാ തീരല്ലാണ്ടേ. ഭഗവാൻ അതൊക്കെ അങ്ങോട്ട് പിൻവലിച്ചു, അവർ തമ്മിലുള്ള സ്നേഹം. അതുകൊണ്ട് എന്തായി? ജഗ്നുർമുകുന്ദേന വിമോഹിതാഭൃശം. അതുവരെ എന്തായിരുന്നു സ്നേഹവും ബഹുമാനവും അന്യോന്യം? അത് ലവലേശം ഇല്ലാണ്ടായി. എല്ലാവരും പെട്ടു. ആരും അന്യോന്യം ഒന്നും തോന്നിയില്ല, ആർക്കും ഒരു സ്നേഹവും ഇല്ല. അതിലെല്ലാവരും പെട്ടു എന്നാണ്. ദാശാരിഹവൃഷ്ണ അന്ധക ഭോജ സത്വത മധ്വർബുദ മാധുര ശൂരസേനാഹ. അന്ധകന്മാര്, ഭോജന്മാര്, സാത്വതന്മാര്, മധുക്കള്, അർബുദന്മാര്, മധുരാശൂരസേനം അവിടെ ഉള്ളവര്, വിസർജനന്മാര്, കുകുരന്മാര്, കുന്തികള്, എല്ലാവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞതല്ലേ പ്രഭാസത്തിൽ പോയിട്ട് കുളിച്ച് ദാനാദികൾ ചെയ്യാൻ, തീർത്ഥസ്നാനം ചെയ്ത് ദാനാദികൾ ചെയ്യാൻ. അപ്പം ചെയ്യണ്ടേ? എല്ലാവരും ആ വാക്കിനെ, ആ അരുളപ്പാടിനെ ബഹുമാനിച്ചിട്ടാ പോയത്. അതുകൊണ്ട് എന്തായി? എല്ലാവരും നശിക്കാൻ. പുത്ര അയുധ്യൻ പിതൃഭിർ ഭ്രാതൃഭിശ്ച. അവിടെ യാതൊരു തമ്മിലുള്ള ബന്ധവും ഇല്ല. എനിക്ക് ജയിക്കണം എന്ന് മാത്രമായി അവിടെ. ശരേഷു ക്ഷീയമാണേഷു ഭജ്യമാനേഷു ധന്വസു ശസ്ത്രേഷു ക്ഷീയമാണേഷു മുഷ്ടിഭിർജഹ്രുരേരകാഹ. അതങ്ങനെ വലുതായി പോയി എന്നാണ്. ആയുധങ്ങൾ കഴിയണവരെ, കൊണ്ടുപോയിടത്തോളം ആയുധങ്ങളൊക്കെ നശിക്കണവരെ അവരായുധം എടുത്ത് യുദ്ധം ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴോ നല്ല ഒന്നാം തരം മുഷ്ടി ഉണ്ടല്ലോ, കൈശക്തി, തൻ്റെ ബാഹുബലം, നല്ല ഇടി, അങ്ങനെയായി. അത് കഴിഞ്ഞപ്പോഴോ കുറച്ച് കഴിഞ്ഞാൽ ഇടിച്ചാൽ വയ്യാണ്ടേ ആവൂലോ ആർക്കും, എത്ര വലിയ ശക്തന്മാരാണെങ്കിലും. അപ്പം അവരെന്താ കണ്ടത്? ഇനിയിപ്പോൾ എന്താ വേണ്ടത്? മുഷ്ടിഭി ജഹ്രുരേരകാഹ. മുഷ്ടി വയ്യാണ്ടേ ആയപ്പോൾ അവരേരക പുല്ലെടുത്ത് അന്യോന്യം ഉപദ്രവിക്കാൻ തുടങ്ങി എന്നാണ്. ഈ പുല്ലോണ്ടൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പുല്ലോണ്ടടിച്ചാൽ ആർക്കാ വേദനയാവുക? വജ്രകൽപാഹ്യഭവൻ. അത് വെറും പുല്ലല്ല, അത്ര പുല്ലായി കരുതണ്ട എന്ന് ഭാഗവതം പറയണ പോലെയാ. ബ്രാഹ്മണ ശാപാണ്, ഭഗവാന്റെ സങ്കല്പാണ്. വജ്രകൽപാഹ്യഭവൻ എന്നാണ്. നല്ല ഒന്നാം തരം ഇരുമ്പൊലക്കിയായിട്ട് അങ്ങോട്ട് മാറും. പിന്നെ ഏരകപ്പുല്ല് പറിച്ച് കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ നല്ല വജ്രത്തിൻ്റെ ശക്തിയായി അതിന് എളുപ്പമായി
ഓരോ അടി കിട്ടിയാൽ എല്ലാവരും താഴെ വീഴില്ലേ അന്യോന്യം? ആരാന്നോ കണ്ടടിക്കാൻ തുടങ്ങിയാൽ ഇതൊക്കെ അങ്ങനെ കാണുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമി. അവർ രണ്ടുപേരും മനസ്സിലായി. പ്രത്യനേകം മന്യമാന ബലഭദ്രം ച മോഹിതാ. എല്ലാം കൊണ്ടും അവർ മോഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കണു. അവരല്ലാണ്ടായി തീർന്നിരിക്കണു. ഇപ്പൊ ഈ യുദ്ധം അങ്ങനെ അല്ലാണ്ട് സംഭവിക്കില്ല. ബലരാമനും ശ്രീകൃഷ്ണനും കൂടി അവരെ ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോഴോ അപ്പൊ അവരുടെ നേരെയും ചെന്നു എന്നാണ്. ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അവർക്കൊരു വിഷമം ഉണ്ടായില്ല. ബ്രഹ്മശാപോപസൃഷ്ടാനാം കൃഷ്ണമായാവൃതാത്മനാം സ്പർദ്ധാക്രോധക്ഷയം നിന്യേ വൈണവോഗ്നിരീയധാവനം. ഭഗവാനും വിചാരിച്ചു ഇങ്ങോട്ട് യുദ്ധത്തിന് വരുമ്പോൾ പിന്നെ അവരെ ഒതുക്കി നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് യുദ്ധം ചെയ്യല്ലാണ്ട് നിർത്തിയില്ലല്ലോ. ബലരാമനും ശ്രീകൃഷ്ണനും തൻ്റെ നേരിട്ട് വരണവരായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു അവർക്കും. അങ്ങനെയാണ് അവരുടെ ആ വംശം നശിച്ചത്. ഏതുപോലെ? അങ്ങനെയാണല്ലോ, 2 മുള കൂട്ടി ഒരയേ വേണ്ടു, കുറച്ച് തീയേ ഉണ്ടാവുണ്ടോ. ആ തീയ പടർന്ന് പിടിച്ച ഈ ചെറിയ മുളയമെന്നുണ്ടായ കുറച്ച് തീയ് പടർന്ന് പിടിക്കുമ്പോഴേക്ക് കാട് മുഴുവൻ നശിക്കുന്നുണ്ടോ? നമ്മൾ പേപ്പറിലോ കാണില്ലേ, കെടുത്താൻ പറ്റണില്ല എന്നാണ്. എവിടുന്നുണ്ടായി ഈ തീയ്? അതാണ് ആ കുറച്ച് മതി. പിന്നെ വൈണവോഗ്നിരീയധാവനം. അതുപോലെയാണ് ആ യാദവ വംശം. അതങ്ങനെ കണ്ടു ഭഗവാൻ. ഏവം നഷ്ടേഷു സർവേഷു കുലേഷു സ്വേഷു കേശവ. അതൊക്കെ ഭഗവാൻ സർവസാക്ഷി. അതങ്ങനെ കണ്ട സമയത്ത് ശരി, അവതാരിതോ ഭുവോ ഭാര ഇതിമേനെ. അപ്പോഴാണ് ആ ഭൂമിയുടെ ഭാരം തീർന്നത്. ഇതാണ് ഭഗവാൻ. ആ ഈശ്വരഭാവം എല്ലാ സമയത്തും ഭഗവാനിൽ പൂർണ്ണമായിരുന്നു എന്ന് ശ്രീശുക ബ്രഹ്മർഷി. എന്തിനാണ് താൻ വന്നത്, എന്തൊക്കെയാണ് തൻ്റെ കർത്തവ്യങ്ങൾ എന്നുള്ളത് ഭഗവാൻ ഒരു സമയവും മറന്നിട്ടില്ല എന്ന് കാണിക്കുകയാണ്. ആ വേണ്ട സമയത്ത് അവരെ പോഷിപ്പിച്ച് വളർത്തി. അത് കണ്ട് മതി. കുട്ടികൾ കളിച്ചും കൊണ്ടിരിക്കുമ്പോൾ അച്ഛനമ്മമാർ ഓരോ ദിക്കിൽ കുട്ടികളെയും കൊണ്ട് പോയാൽ അവർ കളിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് മതി കേട്ടോ, നേരായി, ഇനി പോവുക എന്ന് പറഞ്ഞ് കൈ പിടിച്ചു കൊണ്ടുപോകണില്ലേ? ഇത്തേ ലാഘവത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ലീലകൾ. അതാണ് നമ്മളത് കാണണം. ആ ഭഗവാന്റെ എല്ലാ കാര്യത്തിലുള്ള അനായാസത അത് വളരെ രസമാണ്. അവതാരിതോ ഭുവോ ഭാര ഇതിമേനെ വശേഷിത. അതങ്ങനെ മനസ്സിലായ സമയത്ത് ബലരാമസ്വാമിയുടെ തിരുമുഖത്തൊന്നങ്ങനെ നോക്കി, എന്താ ഏട്ടൻ വിചാരിക്കണത്? ഇത്രേ വേണ്ടു. അപ്പോഴേക്കും ബലരാമസ്വാമിക്കും കാര്യം മനസ്സിലായി. രാമസമുദ്രവേളായാം. ബലരാമസ്വാമി ആ സമുദ്രത്തിൻ്റെ വക്കത്ത് അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അത്രയല്ലേ വേണ്ടു അവിടത്തേക്കൊക്കെ. ആ ശരീരം ഉപേക്ഷിച്ച് ആദ്യം ബലരാമസ്വാമിയാണല്ലോ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ശരി, അനിയനെ മെത്തവിരിക്കുക എന്നുള്ള നിലയ്ക്കോ എന്തായാലും ഞാൻ തന്നെ ആദ്യം പോയേക്കാം എന്നുള്ള നിലയ്ക്ക് ബലരാമസ്വാമിയുടെ സ്വധാമഗമനം. രാമനിര്യാണമാലോക്യ ഭഗവാൻ ദേവകീസുത നിഷസാദ ധരോപസ്ഥേ തൂഷ്ണീമാസാദ്യ പിപ്പലം. കുറച്ചു നേരം ഭഗവാൻ അങ്ങനെ നടന്നു. അവിടുന്ന് കുറച്ചു ദൂരം ആ സരസ്വതി നദിയുടെ തീരത്തു കൂടി അവിടെ നല്ലൊരു ആലിൻ്റെ ചുവട്ടിൽ ആ ആൽത്തറയിൽ അവിടെ അങ്ങനെ ഇരുന്നു. ഇനി ആർക്കെങ്കിലും മോക്ഷം വേണോ എന്ന് ചോദിക്കണം പോലെ. അതാണ് താൻ വന്നപ്പോൾ തന്നെ തൻ്റെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ മോക്ഷം വാരി വിതറി കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തിരിക്കണത്. ഇനി ആർക്കെങ്കിലും വേണോ എന്ന് ചോദിക്കണ പോലെയാണ്. കുറച്ച് നേരം എല്ലാവർക്കും തൻ്റെ അതിമനോഹരമായിട്ടുള്ള ആ രൂപം അവിടെ ഇങ്ങനെ പ്രത്യക്ഷമായി കാണിച്ചും കൊണ്ടാണ് ഭഗവാൻ അവിടെ ഇങ്ങനെ ഇരുന്നത്. അല്ലേ, ഭക്തന്മാർക്കും കൂടി മോക്ഷം വേണമെന്ന് ചോദിക്കാൻ വിഷമമില്ല. പിന്നെ ഭഗവാൻ എന്താ വിഷമം? പൂന്താനം ചോദിച്ചു എന്ന് കേട്ടിട്ടില്ലേ? പൂന്താനം സ്വപ്നം കണ്ടു എന്നാണ്. പൂന്താനം, നാളെ ഞാൻ വിമാനമായിട്ട് വരും, എൻ്റെ ഒപ്പം അങ്ങോട്ട് പോന്നോളൂ, വൈകുണ്ഠത്തിലേക്ക് മതി എന്ന് പറഞ്ഞു അത്രേ ഭഗവാൻ. ആ പൂന്താനം എല്ലാവരോടും പറഞ്ഞു, നാളെ ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോവുക കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. ആർക്കാ വിശ്വാസം? അത്ര പൂന്താനത്തിന് വിശ്വാസമുള്ളവർക്ക് ആ വാക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും വിചാരിച്ചു വയസ്സായിട്ടേ ബുദ്ധി മാറിയതാ എന്ന് വിചാരിച്ചു.
പക്ഷേ അതാണ് അന്ന് അവിടെ അടിച്ചു വാരും തുടക്കുകയൊക്കെ ചെയ്തിരുന്ന ആ ജോലിക്കാരി അടിയനുമുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് പൂന്താനത്തിനോട്. എന്നാ പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ അവിടെ അങ്ങോട്ട് വീണു. ഇതാണ് കഥ. അപ്പൊ പിന്നെ ഭഗവാന് എന്താ വിഷമം? അത് അസലായിട്ട് അതും അവിടെ കാണിച്ചു ഭഗവാൻ. എന്താ അത്? അങ്ങനെ ബിഭ്രച്ചതുർഭുജം രൂപം. ഇതാ നല്ലോണം ഒന്ന് കണ്ടോളൂ കേട്ടോ മഹാരാജാവേ എന്ന് പറയണ മാതിരി ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപം ഒന്നങ്ങനെ വർണ്ണിച്ചു. 4 കയ്യ്, ഇപ്പം 2 കയ്യല്ല. ഇടയ്ക്കിടയ്ക്ക് ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ രൂപം ഇങ്ങനെ മാറും. ഇടയ്ക്ക് 4 കയ്യാവും, ഇടയ്ക്ക് 2 കയ്യാവും. ഏതൊക്കെ തരത്തിലുള്ള രൂപഭാവങ്ങളാണ് ഭഗവാൻ എടുക്കുക. ആ ദിക്കുവിദിക്കുകളെയൊക്കെ ശോഭിപ്പിച്ചും കൊണ്ട് പുകയില്ലാത്ത തീയങ്ങനാളിക്കത്തണില്ലേ, അതേമാതിരി എന്തൊരു ശോഭയാ. ശ്രീവത്സാംഗം ഘനശ്യാമം, നല്ല നീല നിറം. ആ ശ്രീവത്സം എന്നുള്ള മറു അതിമനോഹരമായിട്ടുള്ള സ്വർണം പോലെ മിന്നണതായിട്ടുള്ള നല്ല ആ മഞ്ഞപ്പട്ട് അങ്ങനെ ഉടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ നല്ല ഉഡ്യാണം, ആ പൂണുനൂല്, പലതരം വളകള്, കടകങ്ങള്, മോതിരങ്ങള്, കഴുത്തില് വനമാല, അതിമനോഹരമായിട്ടുള്ള മുടി ധാരാളം. അങ്ങനെ നീല നിറത്തിൽ ഇടതോർന്നതായിട്ടുള്ള ഭഗവാന്റെ മുടി. പുണ്ടരീകാഭിരാമാക്ഷം, നല്ല താമരപ്പൂവിൻ്റെ വിടർന്ന ആ എതള് പോലെ വിടർന്നതായിട്ടുള്ള ഭഗവാന്റെ തൃക്കണ്ണുകള്, അതിമനോഹരായിട്ടുള്ള മകരകുണ്ടലങ്ങള്, അങ്ങനെയുള്ളതായിട്ടുള്ള ഹാരനൂപുരമുദ്രാഭി, ഏതൊക്കെ തരം അലങ്കാരങ്ങളാം. കൗസ്തുഭേന വിരാജിതം, ആ കൗസ്തുഭരത്നം വനമാല. ഒരു പാദം എടുത്ത് മറ്റേ തുടയിലേക്ക്, വലത്തെ തുടയിലേക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്, ഇടത്തെ പാദം. അങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നു കുറച്ചു നേരം. ഭഗവാൻ അറിയാം ആരെങ്കിലൊക്കെ വരാണ്ടിരിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. അപ്പോഴാണ് ഒരാളെ ഓടി വരുന്നു. ആരാത്? മുസ്ലാവശേഷായ ഖണ്ഡകൃതേഷുർലുബ്ധഗോചര മൃഗാസ്യാകാരം തച്ചരണം വിവ്യാധ മൃഗശങ്കയ. അതിനു വേണ്ടിയിട്ടാ ഒരു പാദം തൂക്കിയിട്ടിരുന്നത്. ജര എന്നുള്ള ആ വേടൻ തയ്യാറായിട്ടാണ് നടക്കണത്. അയാൾ അമ്പയച്ച് മാനിനെ പിടിക്കാൻ വന്നതാ. അപ്പൊ ഭഗവാന്റെ ആ അതിമനോഹരായിട്ടുള്ള രൂപം ഇങ്ങനെ കണ്ടപ്പോ ചതുർഭുജം തം പുരുഷം ദൃഷ്ട, ഭഗവാന്റെ രൂപം ഇങ്ങനെ കണ്ടപ്പോ ദുഃഖത്തോട് കൂടിയിട്ട് അങ്ങനെ വീണു. ആ പാദത്തില് ജാനതാകൃതമിതും പാപേന മധുസൂദന, ഗുരുവായൂരപ്പാ തെറ്റുപറ്റിപ്പോയി, അറിയാണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹാപാപിയുടെ തെറ്റ്. അവിടുന്ന് ക്ഷമിക്കണേ. യസ്യാനുസ്മരണം നൃണാം, അവിടുത്തെ ഒന്ന് സ്മരിച്ചാൽ മതി, സകല വിധാജ്ഞാനങ്ങളും ഇല്ലാതായി തീരണു. അങ്ങനെയുള്ള അവിടുത്തോട് ഞാൻ ഈ മഹാപാപാണല്ലോ ചെയ്തിരിക്കണത്, അതുകൊണ്ട് ഈ മഹാപാപിയെ എത്രയോ മൃഗങ്ങളെ കൊന്ന് മഹാപാപം സമ്പാദിച്ചതായിട്ടുള്ള എന്നെ എനിക്ക് വേഗം ശിക്ഷ തരണേ. ഇനി ഞാൻ ഇങ്ങനെയുള്ളൊരു പാപം ചെയ്യാൻ പാടില്ല, അതിന് പാകത്തിന് എന്നെ ശിക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ആ വേടൻ കാക്കല് വീണത്. പിന്നെ അതുമല്ല, അവിടുന്ന് എന്താ വിചാരിക്കണത് എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല, ദേവന്മാർക്കും കൂടി മനസ്സിലാക്കാൻ സാധിക്കണില്ല. പിന്നെ ഞാൻ എങ്ങനെയാ അവിടുത്തെ മനസ്സിലാക്കുക? അറിയാണ്ട് തെറ്റിപ്പോയതാണ്, പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാക്കല് വീണത്. ഭഗവാൻ പറഞ്ഞു, അതാണ് ശരി. എന്താ അത്? ഞാൻ സങ്കല്പിച്ചിട്ടാണ് നിനക്കിത് ഇങ്ങനെ തോന്നിയിരിക്കണത്, അതുകൊണ്ട് നിനക്ക് ഞാൻ ശിക്ഷ തന്നിരിക്കണു. എന്ത് ശിക്ഷയാ? കണ്ടില്ലേ, വിമാനം വന്നിരിക്കണു, നിനക്ക് പോവാം എന്നാണ്. എണീക്കൂ. സ്വർഗം സുഹൃതിനാം പദം, സുഹൃതികൾക്കുള്ള സ്ഥാനം നിനക്ക്. നീ പാപം ചെയ്തു എന്നല്ലേ നീ വിചാരിക്കണത്? നീ പാപല്ല ചെയ്തത്. അതാണ് ഭഗവാൻ എന്ത് പറയണു അത് ചെയ്യലാണ് ധർമ്മം. ഇല്ലേ? നമ്മളൊക്കെ കുറ്റം പറയാറുണ്ട്, ധർമ്മപുത്രൻ കളവ് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഭഗവാൻ എന്ത് പറയണു അത് ചെയ്യലാണ് ഭക്തന്മാർക്ക് വലുത്. അതാണ്, ഇതെൻ്റെ സങ്കല്പമാണ്. അതുകൊണ്ട് നിനക്ക് സ്വർഗം സുഹൃതിനാം പദം, നിനക്ക് ഞാൻ സ്വർഗം തന്നിരിക്കണു. അതാണ് അവിടെയൊക്കെ കാണാൻ പ്രത്യേകത, ഭഗവാന്റെ ആ വാക്കിൻ്റെ പ്രത്യേകത. എന്താ അത്? സ്വതേ നിയമം എന്താ? ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ, ഒക്കെ ഉപേക്ഷിച്ചാലേ
മരിച്ചു പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് പോകണമെന്നാണ്. എങ്ങോട്ട് പോവുകയാണെങ്കിലും, നരകത്തിലേക്കാണെങ്കിലും സ്വർഗത്തിലേക്കാണെങ്കിലും എങ്ങടാണെങ്കിലും ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് സ്വതവേ നിയമം. പക്ഷെ നോക്കൂ, വേടൻ, ആ വേടൻ്റെ ശരീരത്തോടു കൂടി ഭഗവാൻ പറഞ്ഞു നീ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന്. അങ്ങനെ അദ്ദേഹം വേഗം ഭഗവാനെ 3 പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പോയി. അപ്പോഴാണ് വേറൊരാൾ വരണത്. ആരാത്? ഭഗവാന്റെ സാരഥി ദാരുകൻ. ദാരുകൻ ഭഗവാനെ കാണാതെ, ദാരുകന്റെ ദുഃഖം പറയാനുണ്ടോ? വായും തുളസി കാമോദമാഘ്രായ, ഭഗവാന്റെ തൃക്കഴുത്തിലെ ആ തുളസി മാലയുടെ സുഗന്ധം ആഘ്രാണിച്ച് വന്ന് പാദത്തിൽ വീണ് എനിക്കൊരു സമാധാനവും കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപശ്യതസ്ത്വച്ചരണാംബുജം പ്രഭോ, എനിക്ക് ഇരുട്ടത്ത് പെട്ട പോലെയാണ് എനിക്ക് തോന്നണത്, രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ് നമസ്കരിച്ചപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. ആ തേര് ആയുധങ്ങൾ, ഭഗവാന്റെ തേര് ആയുധങ്ങൾ അതൊക്കെ ഉയർന്നു പോണതായിട്ടുള്ള അത്ഭുതം. പിന്നെ താമസം ഉണ്ടായില്ല അദ്ദേഹത്തിന്. ഒരേ ഒരു വാക്കേ വേണ്ടി വന്നുള്ളൂ. എന്താ അത്? അങ്ങ് പോയിട്ട് സുഖമായിട്ട് എന്നെ സേവിച്ചും കൊണ്ട് ജീവിതം ചെയ്തോളൂ. തൊന്തു മധർമ്മമാസ്ഥായ എന്നേ പറയേണ്ടി വന്നുള്ളൂ. ജ്ഞാനനിഷ്ഠ, ജ്ഞാനത്തെ സ്വീകരിച്ച് വേണ്ട പോലെ ജീവിക്കൂ, ഇത്രേ വേണ്ടൂ. ഇതൊക്കെ എൻ്റെ മായയാണെന്ന് വിചാരിക്കേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കണതായിട്ടുള്ള ഭഗവാനെ, ഭഗവാന്റെ സ്വർഗാരോഹണം കാണാൻ ദേവന്മാർ മോഹിച്ചങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും പുഷ്പവൃഷ്ടി, സ്തുതിഗീതങ്ങൾ ഒക്കെ ആലപിച്ച് നിൽക്കുന്ന സമയത്താണ് എല്ലാവരെയും നോക്കി ഭഗവാൻ തൻ്റെ അതിമനോഹരമായിട്ടുള്ള കണ്ണുകൾ അടച്ചു. പിന്നെ ആരും ഭഗവാനെ അവിടെ കണ്ടില്ല. എല്ലാവരും വിചാരിച്ചു തൻ്റെ ലോകങ്ങളിലേക്ക് വരും, അനുഗ്രഹിക്കും എന്ന്. പക്ഷേ ഭഗവാനെ ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്ങടാ പോയത്. അതാണ് ഭഗവാൻ. ആ അത്ഭുതം, ആ വിസ്മയം അവർ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ഭഗവാനെ വീണ് നമസ്കരിച്ചും കൊണ്ടാണ് കുറച്ചു കാലം ഭക്തന്മാർ കണ്ടോട്ടെ തന്നെ പ്രത്യക്ഷ കണ്ണുകളിൽ കൂടിയിട്ട് എന്ന് വിചാരിച്ച് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഭഗവാൻ തൻ്റെ രൂപം അങ്ങോട്ട് മറച്ചു. പ്രത്യേകം പറയുന്നുണ്ട്, ഭഗവാൻ രൂപം അദഗ്ധ്വാ എന്ന് പറയുന്നുണ്ട്. സാധാരണ അങ്ങനെയാ, ദഹിപ്പിക്കും. ഇപ്പം ശ്രീരാമനൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോവുകയാണല്ലോ ചെയ്തത്. ശ്രീകൃഷ്ണ ഭഗവാൻ അത് ചെയ്തിട്ടില്ല. ആര് വിളിച്ചാലും വരാൻ തയ്യാറായിട്ടാണ് ഭഗവാൻ ഇപ്പോഴും ഇരിക്കണത് എന്നുള്ള സമാധാനം നമുക്കൊക്കെ തന്നുകൊണ്ട് ഗുരുവായൂരപ്പ അവിടുത്തെ പാദത്തിൽ കുറച്ച് വാക്കുകൾ തുളസിപ്പൂ പോലെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാദേവ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.